ഔറത്ത് മറക്കാതെ ഒരാൾ പ്രസംഗിച്ചാലും പ്രസംഗമാവും, ആള് കൂടും ചെയ്യും. 2, പ്രസംഗിക്കണമെങ്കിൽ പിന്നെ ളുഹറിന്റെ സമയത്ത് തന്നെ ആവണമെന്നുണ്ടോ? ആവില്ല, എങ്ങനെയും പ്രസംഗിച്ചാലും പ്രസംഗമാവും. അപ്പൊ ഖുത്ബ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു കേവലം പ്രസംഗമല്ല, അതിന് ചില ഷർത്തുകളും നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു ഷർത്താണ് അത് അറബിയായിരിക്കണം. അതാരാ പറഞ്ഞത്? മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ സ്വല്ലു, ഞാൻ എങ്ങനെ നിസ്കരിച്ചു, നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. ഇമാം നബവി ഈ ഹദീസ് ശറഹുൽ മുഹദ്ദബിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടി ഖുത്ബ അറബിയിൽ തന്നെ അവൽ നിബന്ധനയാണ്, ഷർത്താണ് എന്ന് ഇതേ ഹദീസ് വിശദീകരിച്ച് ഇമാം നബവി ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയും. എന്താണെന്നറിയാം, ഇപ്പൊ പുതിയ ഉത്തരം കിട്ടി എല്ലാമാതിരി പറഞ്ഞല്ലോ നമ്മൾ. അത് പണ്ട് നമ്മൾ ഇവരോട് ഒരു ചോദ്യം ചോദിച്ചു, എന്താ അറിയോ, നിങ്ങൾ എന്തേ ഖുത്ബ മലയാളത്തിലാക്കിയത്? ഒന്നുമല്ല. ഇവര് പറയും അള്ളാഹിന്റെ റസൂല്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഷയായ അറബിയിൽ ഖുത്ബ ഓതി. നമ്മളെ ഭാഷയിൽ ഖുത്ബ ഓതണം. അപ്പൊ നമ്മൾ ചല്ല മൗലവി, നബി തങ്ങൾ ഏത് ഭാഷയിലാണ് നിസ്കരിച്ചത്? മലയാളത്തില അല്ല അറബിയിൽ. ഉറപ്പല്ലേ? എന്നാ പറയ്, ഞങ്ങളെ ഭാഷയായ മലയാളത്തിൽ നിസ്കരിക്കും. അതെന്താ പറയാത്തത്? ഖുത്ബന്റെ അവിടെ മാത്രം എങ്ങനെ? ബാങ്കിന്റെ അവിടെ എന്താ പറയാത്തത്? നിസ്കാരത്തിന്റെ അവിടെ എന്താ പറയാത്തത്? അതിനിപ്പോ മൗലവി പുതിയൊരു മറുപടി പറഞ്ഞു. അതെന്താണെന്നറിയോ? അള്ളാഹ്ക്ക് മലയാളം അറിയില്ലല്ലോ. അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ടാണ് മലയാളത്തിൽ നിസ്കരിക്കാത്തത്. നിങ്ങളൊന്ന് കേട്ട് ചിന്തിക്കുക, നന്നായി ചിന്തിക്കുക. അള്ളാഹിനെ കുറിച്ചായി പറയുന്നത്. ബാലുശ്ശേരിക്കാരെന്ന് പറയട്ടെ, നിങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ തഖ്വയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അത് ശരി, അള്ളാഹ്ക്ക് മലയാളം അറിയില്ല, അറബി അറിയുള്ളൂ. എന്റെ മൗലവി മരപ്പാടായി പറയുന്നത്. അപ്പൊ ഇവരല്ല ചിലപ്പോ അങ്ങനെ കാരണം എന്താ അറിയോ? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ അള്ളാഹ് ആകാശത്തിന്റെ മുകളിലാണ്. പിന്നെ പറഞ്ഞു ആകാശം അള്ളാഹ് ആകാശത്തിന്റെ മുകളിലാണ് ഒന്ന്. അടുത്ത പുസ്തകത്തിൽ ആകാശം അള്ളാഹിന്റെ വലത് കൈയിലാണ്. രണ്ടും കൂടെ ഇങ്ങനെ നടക്കുക. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞെന്താ? സക്കറിയ സലാഹിന്റെ പുസ്തകത്തില് അള്ളാഹു തആലാക്ക് 2 കൈയുണ്ട്, പക്ഷേ രണ്ടും വലത് കൈയാണ്, അള്ളാഹ്ക്ക് ഇടത് കൈയില്ല. വികലാംഗനാണ് പോലും അള്ളാഹ്. ഈ അള്ളാഹ്ക്കായിരുന്നു മലയാളം അറിയണമെന്നില്ല. അപ്പൊ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന് വളരെ കൃത്യമായി അറിയും. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി പഠിച്ചു വെച്ചോളൂ, എഴുതി വെച്ചോളൂ. ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത്, ഞാൻ എങ്ങനെയാണോ ഖുത്ബ ഓതിയത്, അങ്ങനെ തന്നെ നിങ്ങൾ ഓതണം. ഞാൻ അർത്ഥം പറഞ്ഞതല്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണല്ലോ, അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ആയത്തുപരമായിട്ട് തന്നെ വിശദീകരിക്കണം. ഹലോ, പ്രശസ്തമായൊരു ചോദ്യമാണ്. ആയത്തുപരമായിട്ട് തന്നെ വിശദീകരിക്കണം. ഞങ്ങൾ വിശദീകരിക്കും. ഇവിടെ സ്ത്രീധനം വലിയൊരു പ്രശ്നമാണ്. സ്ത്രീധനം വലിയൊരു പ്രശ്നം. അപ്പൊ സ്ത്രീധനത്തിനെ പറ്റിയിട്ട് ഒരു തരത്തിൽ ഹറാമെന്ന് പറയുന്നുണ്ട്. ഈ ഹറാമായ കാര്യം ഇത്ര പെട്ടെന്ന് ഹറാമായ ആൾക്കാർ മറ്റുള്ളവരും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതൊന്ന് വ്യക്തമായിട്ട് ഈ സ്ത്രീധനത്തെ പറ്റി വിസ്തരിക്കുന്നത് നല്ലതേ. ഈ അടുത്ത് നമ്മളെ സക്കരിയ സലാഹിനോട് ചോദിച്ചു, സ്ത്രീധന ഹറാമാണെന്നുണ്ടോ, ഖുർആനിലുണ്ടോ? ആ മൂപ്പര മറുപടി എന്താണെന്നറിയോ? സ്ത്രീധന ഹറാമാണെന്ന് ഇങ്ങനെ ഖുർആനിൽ പറയും, സ്ത്രീധനം പിന്നെ വന്നതല്ലേ, പിന്നെ ഇങ്ങനെ ഒരു സംഗതി വരാണ്ട് അള്ളാഹ്ക്ക് മുമ്പെന്നെ അറിയോ? എന്താ ചെയ്യാ? നമ്മളെ ഇവനൊന്ന് പറഞ്ഞോട്ടെ. പറയും മൻസൂറോ, മടവൂരിയാണ് ഓൻ പറയാൻ, ഉദ്ധരിക്കാട്ടോ. ഈ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഖുർആനിലുണ്ടാവില്ല കൂട്ടരെ, ഇങ്ങനെ ഒരു മുസീബത്ത് വരാണ്ട് എന്ന് അള്ളാഹ്ക്കൊക്കെ നേരത്തെ അറിയുന്നു പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നൊരു പ്രസംഗമുണ്ട് അദ്ദേഹത്തിന്റെ. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ന്യായീകരണം നിങ്ങൾ വരുന്നത്. സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നാണ്. ഹറാമാണെന്ന് ഖുർആനിന്റെ ഹദീസിലുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവും അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലല്ലോ. അള്ളാഹുവിന്റെ പൊരുൾ ഒത്തും പറഞ്ഞു. അപ്പൊ എന്തായി? സ്ത്രീധന ഹറാമാന്ന്. ഇപ്പൊ മുമ്പൊക്കെ ഔലിയാക്കൊക്കെ വൈബറിയില്ല, ഇപ്പൊ അള്ളാഹ്ക്ക് വൈബറിയാത്ത പോലെ.
ഇതാണ് അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പറയുന്നു സ്ത്രീയുടെ ധനം, സ്ത്രീ പുരുഷന് കൊടുക്കുന്ന ധനം അല്ലേ, അത് നല്ല പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. സ്വീകരിക്കാൻ ഹറാമാന്നതിന് യാതൊരു തെളിവുമില്ല. അവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ട് എന്നാണോ ഇല്ലെന്നാണോ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് സ്ത്രീധനം ഹറാമാണെന്നുള്ളതിന് ഖുർആനിൽ തെളിവില്ല എന്നാകുന്നു. അല്ല പിന്നെ ഞാൻ അത് 3 പോയിന്റ് അടിവരയിടാം. നിങ്ങൾക്ക് വേണ്ടി എന്നെ പറഞ്ഞു. അതായത് എന്റെ സുഹൃത്തെ ഈ പടക്കങ്ങൾക്ക് പറഞ്ഞു താരീഫ് എന്താ നമ്മളെ ആ കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോളൂ. ഇമാം നബവി റഹ്മത്തുള്ളാഹി, ഇമാം റാജി റഹ്മത്തുള്ളാഹി അലൈഹി പറയും. ഇവിടെ ശ്രദ്ധിക്കണേ, പ്രാർത്ഥന എന്ന് ശറഇന്റെ ഭാഷയിൽ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നാളെ മുതൽ ആരോപണം പറയരുത്. ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, ഒരടിമ റബ്ബാണ് എന്ന നിലയ്ക്ക് റബ്ബിനോട് തേടുന്ന തേട്ടം. വസ്തിംദാദുഹു മിൻഹുൽ മഊന, റബ്ബാണെന്നോ അല്ലെങ്കിൽ റബ്ബിന്റെ ഏതെങ്കിലും കഴിവുകളുണ്ടോ എന്ന് അംഗീകരിച്ചുകൊണ്ട് റബ്ബിൽ നിന്ന് തേടുന്ന സഹായം തേട്ടം, അതിനാണ് പ്രാർത്ഥന എന്ന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പറയാം. അപ്പൊ നമ്മൾ അതിന് മറുപടിയായി പറഞ്ഞത് അങ്ങനെ ഇല്ല, ഇത് അള്ളാഹിനോട് മാത്രമേ പറ്റൂ. ഇസ്ലാമിന്റെ സാങ്കേതിക. പിന്നെ ഞങ്ങളോട് അമ്പിയാക്കൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റബ്ബാണെന്ന നിലക്ക്, ഉടമയാണെന്ന നിലക്ക്, ഇലാഹാണെന്ന നിലക്ക് തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. അത് അമ്പിയാക്കൾ തേടില്ല. കാരണം എന്താ, തേടാൻ പാടില്ല. അതേ സമയത്ത് സഹായാർത്ഥന പറ്റും, അതിന് പ്രാർത്ഥന എന്ന് പറയാൻ പാടില്ല. ഇനി ഒരാൾ പ്രാർത്ഥന എന്ന് പേരിട്ടതുകൊണ്ട് അത് പ്രാർത്ഥന ആവില്ല. അതങ്ങനെ തന്നെയാണ്. നല്ല ഗ്ലൂക്കോസും പേടിയാ, അതിന്റെ പുറത്തൊരാള് ഇത് പഞ്ചസാരയാവുന്നു എഴുതിയതുകൊണ്ട് പഞ്ചസാര ആവില്ല. സംഗതി എന്താണെന്ന് നോക്കുക. അപ്പൊ നമ്മൾ സുന്നികളെല്ലാവരും ചെയ്യുന്നത് അള്ളയാണെന്നോ മൊയ്തീൻ ഷെയ്ഖിനെ റബ്ബാണെന്നോ വിചാരിച്ച് ആരും തേടുന്നില്ല. അങ്ങനെ തേടുന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ, വ്യക്താണത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഇല്ല. ഇനി അതേ സമയത്ത് മരിച്ചവരോട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള തേടം അതുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി എന്താ, അപ്പോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ധാരാളം ആയത്തുകളുണ്ടെന്ന് കോട്ടപ്പുറത്ത് സുന്നി മുജാഹിദ് സംവാദത്തില് APA പോയന്തരുവണ എഴുതിയിട്ടുണ്ട്. ശരി ശരി, അതൊക്കെ ചോദ്യം, അത് പ്രസക്തമായ ചോദ്യം. അപ്പൊ നിങ്ങൾ അത് ഈ ഹാഷിം നഈമിയുടെ പുസ്തകങ്ങൾ അടുത്തെടുക്കാനുള്ളത് ഒന്ന് കൊട്ടപ്പുറാണ്, ഒന്ന് ഫത്താവ മുയസ് തന്നെയാണ്. അതിന്റെ റെഡിക്ക് ഞങ്ങൾക്കറിയാം. അപ്പൊ അതെന്താണെന്നറിയോ, അത് ഈ സാങ്കേതിക ഭാഷയുള്ള പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയ്ക്ക് ഭാഷാപരമായ ഒരു അർത്ഥമില്ല. ഭാഷാർത്ഥം വളർച്ച എന്നാണ് എല്ലാവർക്കും അറിയാം. പക്ഷെ സക്കാത്ത് കൊടുക്കുക അതല്ല, നിശ്ചിത സമ്പത്തിന് നിശ്ചിത അവകാശികൾ കൊടുക്കാനാണ്. ഇംഗ്ലീഷിലുണ്ടാവും അങ്ങനെ ഗോൾ എന്താ, അത് ലക്ഷ്യം. പക്ഷെ അതല്ലല്ലോ, നമ്മളെ ഒരു കളിയിലും ഗോൾ പറഞ്ഞതിൻ്റെ പ്രത്യേകമായ സ്ഥലത്തിന്റെ ഉള്ളിൽ കൂടി പോകുന്നതിനല്ലേ പറയാം. അപ്പൊ ഓരോരുത്തർക്കും അതിൻ്റെതായ ഇസ്തിലാഹ് ഉണ്ടാവും, അതെല്ലാവർക്കും അറിയാം. പ്രാർത്ഥന അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് ശറഇന്റെ ഭാഷയിൽ ഒരു മയനുണ്ട്. അതാ ഞാൻ റാദിയിൽ നിന്ന് വായിച്ചത്. അള്ളയാണെന്ന് നിലക്ക് റബ്ബാണെന്ന് നിലക്ക് തേടുന്ന തേട്ടം അത് അള്ളാഹിനോടെ പറ്റുള്ളൂ. അതേസമയത്ത് പ്രാർത്ഥന എന്നതിന്റെ ഒരു ഭാഷാർത്ഥമുണ്ട്. അതെന്താ, സഹായം തേടുക, അർത്ഥിക്കുക, അതല്ലാത്തവരോട് പറ്റും. അതാണ് നിങ്ങൾ വായിച്ച ആ അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത്. അതാണ് ഇതിൽ ഹാഷിം നഈമിയുടെ പുസ്തകത്തിലുള്ളത്, അതാണ് കൊട്ടപ്പുറം സംവാദത്തിലുള്ളത്. അത് ഞങ്ങളാണല്ലോ പറയേണ്ടത്, പറഞ്ഞ് ഞങ്ങളാണല്ലോ. അതുകൊണ്ട് അതാണ് അതിന്റെ മറുപടി. അതിന് തെറ്റിദ്ധരിക്കില്ലെന്ന് പറയുന്നത്. ഇവിടെ സുന്നിപ്പള്ളി എന്നൊക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുജാഹിദിൽ അവിടെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ദിക്റിന് കൂടും. ഓക്കെ, ദുആ ഇരിക്കുമ്പോഴാണ് എനിക്ക് പോകും. ആയിക്കോട്ടെ. അപ്പൊ എന്താ അറിയോ, എനിക്ക് ഓരോ ക്ലിപ്പിടാനുള്ള ഓരോ ചാൻസ് ഉണ്ടാവുന്നില്ല. എന്താ ഇവരെ അള്ളാഹു തആല ഓരോന്ന് കേൾപ്പിക്കണം എന്ന് വിചാരിച്ചാൽ കേൾപ്പിക്കും. ഒരു മൗലവി പറയാണ്, നമ്മൾ മുജാഹിദ് ബാലുശ്ശേരി, അയാൾ പറയുന്നത് എന്താണെന്നറിയോ, നിസ്കരിച്ചിരുന്ന് ദ്വാരക്കണക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ്.